ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. പെയർ ഓഫ് ഇക്വേഷനിലെ ഏത് ഇക്വേഷൻ വന്നാലും എങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് സൈലം ക്ലാസ് 9 എന്ന് പറയുന്ന ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം ഇവിടെ സെറ്റ് ആണ്. അതായത് പരീക്ഷയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ എല്ലാ ദിവസവും 7:30 മാരത്തോൺ ലൈവുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാത്തമാറ്റിക്സിൽ 80 മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. സോ നമ്മൾ തുടങ്ങുകയാണ്. നോക്കാം. എക്സ് പ്ലസ് വൈ 10 ആണ്. 2 നമ്പർ കൂട്ടിയാൽ 10 ആണ്. കുറച്ചാൽ എത്രയാ? കുറച്ചാൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, ഒരു പണിയില്ല, സിമ്പിൾ. നോക്കിക്കോ, 2 ഇക്വേഷനും കൂടെ അങ്ങ് കൂട്ടുക. എക്സും എക്സും കൂട്ടിയാൽ 2x. വൈനെ ആരോടാ കൂട്ടുന്നേ? മൈനസ് വൈനോടാണ്. വൈ പ്ലസ് മൈനസ് വൈ, അത് 0 ആയി പോവും. അതെന്താവും? 0 ആവും. ഓക്കെ. 10ഉം 2ഉം 12. ശരിയല്ലേ? 12. 2x 12 ആണെങ്കിൽ എക്സ് എത്രയാ? 2ന് ഏത് നമ്പറും ഉണ്ട്? 2ന് ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ 12 കിട്ടുക? എക്സ് ഈസ് ഈക്വൽ ടു 12ന്റെ പകുതി എത്രയാ? 6. എക്സ് 6 ആണ്. എക്സ് എത്രയാ? 6. 6നോട് y കൂട്ടിയാൽ 10 കിട്ടും. 6നോട് y കൂട്ടിയാൽ 10 കിട്ടും. 2 നമ്പർ കൂട്ടിയാൽ 10 കിട്ടും. ഒരു നമ്പർ ആണ് 6 ആണെങ്കിൽ മറ്റേ നമ്പർ ഏതാ? മറ്റേ നമ്പർ y എന്ന് പറയുന്നത് 10 മൈനസ് 6. ആൻസർ 4. സെറ്റ് ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 3x minus 2y is equal to 3x minus 2y is equal to 8. 4x plus 6y is equal to 28. സാറേ എങ്ങനെയാ ചെയ്യാ? നോക്കിക്കോ, ഇവിടെ വൈനെ നോക്ക്. നമുക്ക് വൈനെ പുറത്താക്കാം. നോക്ക്, 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ 6? 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ 6? 2നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ 6 കിട്ടുക? 2നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ? 3 കൊണ്ട് ആണല്ലോ. ഞാൻ ആദ്യത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ 3 കൊണ്ട് ഗുണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഒന്നാമത്തെ ഇക്വേഷനിലുള്ള എല്ലാരും ഇപ്പൊ 3x-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9x. 3x-നെ ഇവിടെ 3x ഉണ്ട്, അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 9x മൈനസ് 2y-നെ ഗുണിച്ചാലോ 6y. ശരിയല്ലേ? 8-നെ ഗുണിച്ചാൽ 24. സെറ്റ് ആണല്ലോ. സെറ്റാണ്. അടുത്തത് ഈ ഇക്വേഷൻ അതേപോലെ എടുത്തെഴുതി. 4x plus 6y is equal to 28. ഇപ്പൊ മക്കളെ നോക്ക്, വൈന്റെ എണ്ണം സെയിം ആയില്ലേ? ഈ സാറേ കൂട്ടാണോ കുറയ്ക്കാണോ ചെയ്യേണ്ടത്? എങ്ങനെ മനസ്സിലാക്കാം? കൂട്ടാണോ കുറയ്ക്കാണോ ചെയ്യേണ്ടത്? നോക്കടാ, ചിഹ്നം സെയിം ആണോ? അല്ല, ചിഹ്നം സെയിം അല്ല, ഡിഫറന്റാ. ഒന്ന് പ്ലസും ഒന്ന് മൈനസും. അന്നേരം എന്താക്കണം? കൂട്ടണം. ചിഹ്നം സെയിം അല്ലെങ്കിൽ കൂട്ടണം. കൂട്ടിക്കോ. 9x-ഉം 4x-ഉം 9x-ഉം 4x-ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? കൂട്ടിക്കഴിഞ്ഞാൽ സാറേ 13x. ഇത് രണ്ടും കൂടിയാൽ മൈനസ് 6x-ഉം പ്ലസ് 6x-ഉം മൈനസ് 6y-യും പ്ലസ് 6y-യും 0 ആയി പോവും. ഓക്കെ, 13x. 24ഉം 28ഉം 52. നോക്ക്, 13x 52. അപ്പൊ x എത്രയാ? 52/13. 52നെ 13 കൊണ്ട് ഹരിച്ചാൽ x എന്ന് പറയുന്നത് 4 ആണെന്ന് നമുക്ക് കിട്ടും. x എത്രയാ? x 4 ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, 4x plus 6y is equal to 28 എന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട് സാറേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് y കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏത് ഇക്വേഷൻ വേണം എടുക്കാൻ? വേണമെങ്കിൽ 3x minus 2y is equal to 8 എന്ന ഇക്വേഷൻ എഴുതാം, അവിടെയും കൊടുക്കാം. ഇനി x എത്രയാ നമുക്ക് അറിയാം? x എന്ന് പറയുന്നത് 4 ആണ്. സോ 4 into 4 plus 6y is equal to 28 എന്ന് മക്കൾക്ക് കിട്ടും. സെറ്റ് ആണല്ലോ. അതായത് 16 plus 6y is equal to 28. സെറ്റ്. നോക്കിക്കോ, 16നോട് 6y കൂട്ടിയാൽ 28 കിട്ടും. അപ്പൊ 6y എത്രയാ? 28 മൈനസ് 16 അങ്ങോട്ട് പോയപ്പോ മൈനസ് 16. സോ 6y എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? 6y എന്ന് പറയുന്നത് 12. അപ്പൊ y എത്രയാ? 12/6. ആൻസർ 2 ആണ്. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. സെറ്റ് ആണല്ലോ. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിലോ? നോക്ക്, ഇവിടെ നോക്കടാ,
ആരെ പുറത്താക്കണം? നോക്കിക്കോ, എക്സിനെയാണ് പുറത്താക്കുന്നതെങ്കിൽ നോക്ക്, 2ന്റെ മൾട്ടിപ്പിൾ ആണോ 3? അല്ല. വൈനെയാണ് പുറത്താക്കുന്നതെങ്കിലോ 3ന്റെ മൾട്ടിപ്പിൾ ആണോ 2? അല്ല. അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെ ചെയ്യും? നമുക്ക് ആരെ പുറത്താക്കണം? സാധാരണ എപ്പോഴും വൈനല്ലേ, അപ്പൊ വൈനെ തന്നെ പുറത്താക്കാം. വൈനെ തന്നെ നമുക്ക് പുറത്താക്കാം. നോക്കിക്കോ, വൈന്റെ മുന്നിലുള്ള നമ്പർ ഏതാ? വൈന്റെ മുന്നിലുള്ള നമ്പർ ഇവിടെ 3 ആണ്, ഇവിടെയോ 2 ആണ്. ശരിയല്ലേ? ഇതാണ് എന്റെ ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് എന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷനിലുള്ള എല്ലാരെയും ചെയ്ത് നോക്കിക്കോ. ഒന്നാമത്തെ ഇക്വേഷനിലുള്ള എല്ലാരെയും ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു. ഒന്നാമത്തെ ഇക്വേഷനിലുള്ള എല്ലാരെയും രണ്ടാമത്തെ ഇക്വേഷനിലെ വൈന്റെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നു. സെറ്റാണോ? അതായത് ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ എന്തുകൊണ്ട് ഗുണിക്കുന്നു? 2 കൊണ്ട്. ഏതുകൊണ്ടാണ് ഗുണിക്കുന്നത്? 2 കൊണ്ട്. അങ്ങനെ ഗുണിച്ചാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? 2x എന്ന് പറയുന്നത് 4x ആകും, 3y എന്ന് പറയുന്നത് 6y ആകും, 21 എന്ന് പറയുന്നത് 42 ആകും. സെറ്റ് ആണല്ലോ. അടുത്ത പരിപാടി എല്ലാരും ശ്രദ്ധിച്ചോ. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോ. സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, സെക്കൻഡ് ഇക്വേഷനെ ഞാൻ എന്തുകൊണ്ടാ ഗുണിക്കാന്നറിയോ? സെക്കൻഡ് ഇക്വേഷനിലുള്ള എല്ലാരെയും ഈ 3 കൊണ്ട് ഞാൻ ഗുണിക്കും. സെക്കൻഡ് ഇക്വേഷനിലെ എല്ലാരെയും 3 കൊണ്ട്, അതായത് ഫസ്റ്റ് ഇക്വേഷനിലെ വൈന്റെ എണ്ണം കൊണ്ട് ഞാൻ ഗുണിക്കും. ഫസ്റ്റ് ഇക്വേഷനിലെ വൈന്റെ എണ്ണം കൊണ്ട്, വൈന്റെ കോഎഫിഷ്യന്റ് കൊണ്ട്. നോക്കിക്കോ, സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ട് ഗുണിച്ചാൽ 9x പ്ലസ്, നോക്കിക്കോ 9x പ്ലസ് 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6y ഇസ് ഈക്വൽ ടു 319. എത്രയാണ്? 319 എന്ന് പറയുമ്പോൾ 57. എത്രയാ? 57. സെറ്റ് ആണല്ലോ. ഇതാണ് നമ്മുടെ കയ്യിൽ വന്ന ഇക്വേഷൻ. ഇനി നോക്കുക, ഇപ്പോൾ വൈന്റെ എണ്ണവും ചിഹ്നവും സെയിം ആണ്. മുന്നിലുള്ള ചിഹ്നം സെയിം ആണ്. അന്നേരം എന്താ ചെയ്യേണ്ടത്? ചിഹ്നം സെയിം ആണെങ്കിൽ കുറയ്ക്കണം. നോക്കിക്കോ, 4xൽ നിന്ന് 9x കുറയ്ക്കണം. സാറേ അത് ഞങ്ങൾക്ക് അറിയില്ല, തിരിച്ചു ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? നോക്കിക്കോ, ഇതാണ് നമ്മളുടെ 4ാമത്തെ ഇക്വേഷൻ നമ്പർ കൊടുത്തിട്ടോ. ഇതാണ് 3ാമത്തെ ഇക്വേഷൻ. ഓക്കെ, 9ൽ നിന്ന് 4 കുറയ്ക്കാനാവുമല്ലോ? പറ്റും സാറേ. 5x ആണോ? ഇനി 57 നിന്ന് 42 കുറയ്ക്കാൻ പറ്റുമോ? 57 നിന്ന് 42 കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ 15. ശരിയല്ലേ? 4x 9x ആണ് കുറയ്ക്കുന്നെങ്കിൽ -5x. ഓക്കെ, നമ്മൾ 9xൽ നിന്ന് 4x കുറച്ചാൽ 5x. 57 നിന്ന് 42 കുറയ്ക്കുമ്പോ 15. 5x 15 ആണ്. എന്ത് കിട്ടി? 5x എന്ന് പറയുന്നത് 15 ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും x is equal to 15/5. ആൻസർ 3. സെറ്റല്ലേ? x 3 ആണ്. ഇനി നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതിക്കേ. 2x plus 3y is equal to 21. സെറ്റല്ലേ? 2x എന്ന് പറയുമ്പോൾ 2 into 3. ശരിയാണോ? ശരിയാണ്. പ്ലസ് 3y is equal to 21. 2 into 3 6 plus 3y is equal to 21. 6നോട് 3y കൂട്ടിയാൽ 21 കിട്ടും. അങ്ങനെയാണെങ്കിൽ 3y എത്രയാ മക്കളെ? 21 മൈനസ് 6. 21 നിന്ന് 6 കുറച്ചാൽ 15. സെറ്റ് അല്ലേ? 21 നിന്ന് 6 കുറച്ചാൽ 15. 3y 15 ആണെങ്കിൽ y എത്രയാ? 15/3. 15/3 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 5. y എന്ന് പറയുന്നത് 5 ആണ്. സോ എക്സും വൈയും നമുക്ക് കിട്ടി. സിമ്പിൾ ആയിട്ട് ഇതും നമ്മൾ ചെയ്തു. സോ ഈ രീതിയിലാണ് ഒരു ഇക്വേഷൻ കിട്ടിയാൽ സോൾവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായവർ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.